ഞങ്ങളതിന് മറുപടി പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ വിളിക്കാം, പറയാം. അത് പറഞ്ഞുകൂടെന്ന് ലോകത്തൊരു ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു നബിയും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളെ വകയിൽ പറയുകയല്ല. ആ ഇമാമിങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലെങ്കിലും അവരെ കിതാബുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവരെ കിതാബുകളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ മൗലവിക്ക് മറുപടി പറഞ്ഞത് എന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഉദ്ധരിച്ച് പറഞ്ഞത് നിങ്ങൾ ശരിക്കങ്ങ് കേട്ടോ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലും ഇസ്തിഗാസയിലും കൊണ്ട് നബിയോട് തേടലും, നബിയെ മുൻനിർത്തി തേടലും അത് അതാ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്. നമ്മളെ രാജ്യത്ത് ജീവിച്ചു പോയ ആലിമീങ്ങൾ മുഴുവനും ചെയ്തിട്ടുണ്ട്. സയ്യിദന്മാരെ ചെയ്തിട്ടുണ്ട്, ബാഫഖി തങ്ങൾ ചെയ്തിട്ടുണ്ട്, പാണക്കാട് തങ്ങൾ ചെയ്തിട്ടുണ്ട്, കീഴ ഉസ്താദ് ചെയ്തിട്ടുണ്ട്, സദഖത്തുൽ ഹുസൈൻ ചെയ്തിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ട്, ഖുതുബി തങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടങ്ങ് പോയാൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നത് പുണ്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇമാം റംലി ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നത് പുണ്യമാണ്, അനുവദനീയമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇമാം സുബ്കി ചെയ്തിട്ടുണ്ട്, ചെയ്യൽ പുണ്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതാ റസൂലുള്ളാഹിനെ വിളിച്ച് തേടൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ എഴുതിയിട്ടുണ്ട്, ഇവാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. അങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കലും, റസൂലുള്ളാഹിനെ വിളിച്ച് തേടലും, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കലും വജവാസുഹു വഹുസ്നുഹു മിനൽ ഖുദൂരിൽ മഅലൂമതി ലികുല്ലി ദീനിൻ അൽ മഅറൂഫതി മിൻ ഫിൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കലും, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടലും, അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടലും ഒക്കെ അതാ മിനൽ ഖുദൂരിൽ മഅലൂമതി ലികുല്ലി ദീനിൻ, ഏത് മതവിശ്വാസിക്കും അറിയപ്പെട്ട സംഗതിയാണ്. അൽ മഅറൂഫതി മിൻ ഫിൽ അംബിയാഇ വൽ മുർസലീൻ, ലോകത്തുള്ള മുഴുവൻ അംബിയാ മുർസലുകളുടെയും പ്രവൃത്തിയിൽ നിന്ന് അറിയപ്പെട്ടതാണ്. വസിയരി സലഫി സ്വാലിഹീൻ, ലോകത്തുള്ള എല്ലാ മഹാന്മാരായ സജ്ജനങ്ങളുടെയും നടപടിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ, ഇസ്ലാമിൽ പറ്റോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഫാഉസ് സഖാം എന്ന ഈ കിതാബ്, അതിന്റെ പേര് തന്നെ രോഗശമനമെന്നാണ്. കാരണം റസൂലുള്ളാഹിനെ വിളിച്ചുകൂടാന്ന് പറയുന്ന ഈമാനിനെ സംബന്ധിക്കുന്ന രോഗമാണ്. അതിന്റെ ശമനത്തിന് വേണ്ടി ഇമാം സുബ്കി എഴുതിയതാണ് കിതാബ്. അതുകൊണ്ട് തന്നെ ആ ശിഫാഉസ് സഖാം എന്ന കിതാബ് ഉദ്ധരിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിച്ചതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ട ക്ലിപ്പ്. എന്നാ സഹോദരന്മാരെ, അങ്ങനെ ഇമാം സുബ്കി പറഞ്ഞിട്ടുണ്ടെന്നോ ഇല്ലെന്നോ, പേരോട് അർത്ഥം വെച്ചത് ശരിയാണെന്നോ തെറ്റാണെന്നോ മൗലവി ഒരൊറ്റ അക്ഷരം പറയാതെ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കിതാബിൽ പറഞ്ഞ ഉദ്ധരണിയെക്കുറിച്ച് 2 ദിവസം വന്നിട്ട് ഒരൊറ്റ അക്ഷരം പറയാതെ, നമ്മൾ അടിസ്ഥാന വിഷയമാണിത്, നിങ്ങൾ മനസ്സിലാക്കണം, ആ വിഷയം തൊടാതെ ഞാൻ ഷാർജയിൽ നിന്ന് കുറച്ച് സിറാജിന്റെ കെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോ പെണ്ണുങ്ങളെ ഫോട്ടം വന്നിട്ടുണ്ട്. മൂപ്പര് കാര്യമായിട്ട് നോക്കിയത് പെണ്ണുങ്ങളെ ഫോട്ടോ, അത് കാര്യമായിട്ട് ബറക്കത്തിന് സൂക്ഷിച്ചതുമാണ്. അത് കൊണ്ടുവന്ന് വായിക്കുകയല്ലാതെ ഈ കിതാബിൽ പറഞ്ഞതിനെ കുറിച്ച് വല്ല അക്ഷരവും പറഞ്ഞോ മൗലവി? എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, സിറാജ് പത്രത്തിന്റെ ഓഫീസിലോ പത്രത്തിലോ ഇരിക്കുന്ന എല്ലാവരും അമ്പിയാക്കളല്ല. ഞങ്ങളെ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ അറിയാത്തതോ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകട്ടെ. അല്ലാഹുവേ, തടീച്ചക്ക് വഴിപ്പെടാതെ നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഇബ്ലീസിന്റെ ശർറിൽ ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ.
ഈ രണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടാനാണ് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്ത മഹാനായ ഇമാം ബൂസരി ഞങ്ങളെ ഉപദേശിച്ചത്. വഖാലിഫിൻ നഫ്സ വശൈത്താന വസീമ വഇൻഹുമാ മഹവ കന്നുസ്ഹഫത്തഹീമി. ഈ രണ്ട് ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളോട് പറയട്ടെ, ഒരു ചെറിയ ധാർമ്മികമായ ഉത്തരവാദിത്വം സലഫിക്കില്ലേ? നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടല്ലേ ടിക്കറ്റും കൊടുത്ത് ഷാർജ അയാളെ കൊണ്ടുവരുന്നത്? ലക്ഷങ്ങൾ മുടക്കിയിട്ടല്ലേ നിങ്ങൾ പരിപാടി നടത്തുന്നത്? 10,000 മുടക്കിയിട്ടല്ലേ ദൂരെന്ന് വണ്ടിയും പിടിച്ച് വരുന്നത്? നാദാപുരത്തുകാരല്ലോ ഇവിടെ വന്ന് പരിപാടി നടത്തുന്നവർ അല്ലേ? വളരെ ചുരുങ്ങിയ കക്ഷികളല്ലേ നാദാപുരത്ത് വിരലിലെണ്ണാവുന്നതല്ലേ ഉള്ളൂ. ചോദിക്കട്ടെ, ഈ ലക്ഷങ്ങൾ തുലക്കുമ്പോ ഒരു ചെറിയ ധാർമ്മികമായ ഉത്തരവാദിത്വം സലഫിക്കില്ലേ? ഇമാം സുബ്കിയുടെ കിതാബിൽ പേരോട് പറഞ്ഞതുപോലെ ഉണ്ടോ ഇല്ലേ? രണ്ടിലൊന്ന് നിങ്ങൾക്ക് അയാൾ പറഞ്ഞു തരണ്ടേ? അയാൾ ആ തൊട്ടോ, ആ ഇബാറത്ത് തൊടാൻ അയാൾ പോയോ? ഈ 7 ഗണ്ഡനം നടന്നിട്ടും അയാൾ അതിനെക്കുറിച്ച് മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ഞങ്ങൾക്കൊരു ചോദ്യം, ഇമാം സുബ്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇമാം സുബ്കി കാഫിറാണോ അല്ലേ? ഇമാം സുബ്കി മുശ്രിക്കാണോ അല്ലേ? ഇതിന്റെ മറുപടി കുറിച്ചു വെക്കണേ മുജാഹിദേ. സലഫി ഇനി വരുമ്പോ പറഞ്ഞു തരണേ മുജാഹിദേ. എനിക്ക് കേട്ടോ സഹോദരന്മാരെ, അതിന് മൂപ്പരിയും സുബ്കി ഇമാമിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്.